നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം പരമാവധി ഉറപ്പാക്കുമെന്ന് ജില്ലാ കളക്ടർ ഷീബ ജോർജ്. കാഴ്ചപരിമിതർക്കായുള്ള കുടയത്തൂർ ലൂയി ബ്രെയിൽ മെമ്മോറിയൽ മാതൃകാ വിദ്യാലയത്തിൽ സംഘടിപ്പിച്ച തിരഞ്ഞെടുപ്പ് ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കളക്ടർ. വണ്ണപ്പുറം സർവീസ് സഹകരണ ബാങ്കിനെതിരെ BJPയുടെ നേതൃത്വത്തിൽ ഏതാനും ചില ആളുകൾ നടത്തുന്ന അഴിമതി ആരോപണങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ലെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് ദേവികുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് നടത്തി. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ വിളകൾക്കും ഉൽപാദന ചെലവിന്റെ 1.5 മടങ്ങ് MSP ഉറപ്പാക്കുവാൻ മോദി സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കിസാൻ സഭ നേതാവ് VR പ്രമോദ്. ഓടയുടെ സ്ലാബ് അടച്ചു മൂടാത്തതിനെതിരെ വ്യത്യസ്തമായ സമരവുമായി യുവാവ്. PWD റോഡ് നന്നാക്കുന്നതിന്റെ ഭാഗമായി പൊളിച്ചു മാറ്റിയ ഓടയുടെ സ്ലാബ് തിരിച്ചുവെക്കാതെ അപകടക്കിണിയായി മണക്കാട് ജംഗ്ഷൻ. വാർത്തകൾ വിശദമായി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം പരമാവധി ഉറപ്പാക്കുമെന്ന് ജില്ലാ കളക്ടർ ഷീബ ജോർജ്. കാഴ്ചപരിമിതർക്കായുള്ള കുടയത്തൂർ ലൂയി ബ്രെയിൽ മെമ്മോറിയൽ മാതൃകാ വിദ്യാലയത്തിൽ സംഘടിപ്പിച്ച തിരഞ്ഞെടുപ്പ് ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കളക്ടർ. തിരഞ്ഞെടുപ്പ് ബോധവൽക്കരണ പരിപാടിയായ സ്വീപ്പിന്റെ ഭാഗമായിട്ടായിരുന്നു ഇലക്ഷൻ ക്യാമ്പയിൻ. പരിപാടിയോടനുബന്ധിച്ച് കുട്ടികൾക്ക് വോട്ടിംഗ് യന്ത്രം പരിചയപ്പെടുത്തി. സബ് കളക്ടർ ഡോക്ടർ അരുണേഷ് നായർ കുട്ടികൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുപ്പിൽ പങ്കാളികളാക്കുക എന്ന ലക്ഷ്യത്തോടെ ജില്ലാ ഭരണകൂടവും ജില്ലാ ഇലക്ഷൻ വിഭാഗവും ചേർന്ന് കുടയത്തൂർ ലൂയി ബ്രെയിൽ മെമ്മോറിയൽ മാതൃകാ വിദ്യാലയത്തിൽ തിരഞ്ഞെടുപ്പ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. തിരഞ്ഞെടുപ്പ് ബോധവൽക്കരണ പരിപാടിയായ സ്വീപ്പിന്റെ ഭാഗമായിട്ടായിരുന്നു ഇലക്ഷൻ ക്യാമ്പയിൻ. ജില്ലാ കളക്ടർ ഷീബ ജോർജ് ഉദ്ഘാടനം ചെയ്തു. എല്ലാവരുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഒരു പരിപാടി ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം പരമാവധി ഉറപ്പാക്കുമെന്ന് കളക്ടർ അറിയിച്ചു. വിദ്യാർത്ഥികളാണ് സമൂഹത്തിന്റെ ഭാവി വഴികാട്ടികൾ. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ അവർക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് കളക്ടർ കൂട്ടിച്ചേർത്തു. സബ് കളക്ടർ ഡോക്ടർ അരുണേഷ് നായർ കുട്ടികൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ജനാധിപത്യത്തിൽ അടിയുറച്ചു വിശ്വസിക്കുന്ന ഇന്ത്യൻ പൗരരായ ഞങ്ങൾ തിരഞ്ഞെടുപ്പിന്റെ അന്തസ്സ് കാത്തു സൂക്ഷിക്കുമെന്നും ജാതി, മതം, ഭാഷ. പരിപാടിയുടെ ഭാഗമായി കുട്ടികൾക്ക് വോട്ടിംഗ് യന്ത്രം പരിചയപ്പെടുത്തി. തുടർന്ന് കുട്ടികൾ വോട്ട് പാട്ട് അവതരിപ്പിച്ചു. ബ്ലൈൻഡ് ഫെഡറേഷൻ ഭാരവാഹികൾ, സ്കൂൾ അധ്യാപകർ, വിദ്യാർത്ഥികൾ, രക്ഷകർത്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വണ്ണപ്പുറം സർവീസ് സഹകരണ ബാങ്കിനെതിരെ BJPയുടെ നേതൃത്വത്തിൽ ഏതാനും ചില ആളുകൾ നടത്തുന്ന അഴിമതി ആരോപണങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ലെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. BJP ഉന്നയിച്ച അഴിമതി ആരോപണങ്ങൾ തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ്. ഈ ആരോപണങ്ങൾ തള്ളിക്കളയണമെന്ന് അഭ്യർത്ഥിക്കുന്നതായും അവർ പറഞ്ഞു. വണ്ണപ്പുറം സർവീസ് സഹകരണ ബാങ്കിനെതിരെ BJPയുടെ നേതൃത്വത്തിൽ ഏതാനും ചില ആളുകൾ നടത്തുന്ന അഴിമതി ആരോപണങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. ഈ ആരോപണങ്ങൾ തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ്. ഒറ്റപ്പെട്ട ചില സഹകരണ ബാങ്കുകളിലുണ്ടായ ക്രമക്കേടുകളും അതിനെ തുടർന്ന് സഹകരണ മേഖലയ്ക്കെതിരെ നടന്ന വലിയ പ്രചാരണവും വണ്ണപ്പുറം സഹകരണ ബാങ്കിനെയും ബാധിച്ചു. ആശങ്കയിലായ നിക്ഷേപകർ കൂട്ടത്തോടെ വന്ന് നിക്ഷേപം പിൻവലിക്കുന്ന സ്ഥിതിയുണ്ടായി. ഇത് ബാങ്കിനെ ഞെരുക്കത്തിലാക്കി. ഈ പ്രതിസന്ധി ഘട്ടം മറികടക്കാൻ ബാങ്ക് ഭരണസമിതിയും ജീവനക്കാരും വലിയ പരിശ്രമം നടത്തുകയുണ്ടായി. സ്ഥലം പണയപ്പെടുത്തിയും മറ്റും പരമാവധി തുക സമാഹരിക്കാൻ ശ്രമിച്ചു.
അതുപോലെ ബാങ്കിന് ലഭിക്കേണ്ട വായ്പാ തുകകൾ തിരിച്ചടപ്പിക്കാൻ ശക്തമായ നടപടികളും സ്വീകരിച്ചു. ഇതിന്റെയെല്ലാം ഫലമായി ഒരു പരിധിവരെ നിക്ഷേപകരെ ആശ്വസിപ്പിച്ചു നിർത്തുവാൻ കഴിഞ്ഞു. ഈ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചതിന്റെ ഭാഗമായി ബാങ്കിന് അധിക ചെലവ് നടത്തേണ്ടി വന്നു. അത് ബാങ്ക് പ്രസിഡന്റിന്റെ അക്കൗണ്ട് വഴിയാണ് ചിലവഴിച്ചത്. ഇത് ഓഡിറ്റ് റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട്. അത് പരിഹരിക്കുന്നതിനാവശ്യമായ നടപടിയും ബാങ്ക് സ്വീകരിച്ചിട്ടുണ്ട്. പ്രതിസന്ധികൾ പരിഹരിച്ച് ബാങ്കിന്റെ പ്രവർത്തനം പഴയ നിലയിലേക്ക് തന്നെയാക്കാൻ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോവുകയാണെന്നും അധികൃതർ വ്യക്തമാക്കി. ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾക്ക് ഒരു അടിസ്ഥാനവുമില്ല, തികച്ചും രാഷ്ട്രീയ പ്രേരിതവുമാണ്. ഒറ്റപ്പെട്ട ചില സഹകരണ സംഘങ്ങളിലുണ്ടായ ക്രമക്കേടുകളും അതിനെ തുടർന്ന് സഹകരണ മേഖലയ്ക്കെതിരെ നടന്ന വലിയ പ്രചരണവും വണ്ടപ്പുറം സർവീസ് സഹകരണ ബാങ്കിനെയും സാരമായി ബാധിച്ചു എന്നതൊരു വസ്തുതയാണ്. ആശങ്കയിലായിട്ടുള്ള നിക്ഷേപകർ കൂട്ടത്തോടെ നിക്ഷേപം പിൻവലിക്കുന്ന സ്ഥിതി അവിടെ ഉണ്ടായി. ഈ പ്രതിസന്ധി ഘട്ടം മറികടക്കാൻ, ഈ സാഹചര്യത്തെ നേരിടാൻ ബാങ്ക് ഭരണസമിതിയും ജീവനക്കാരും ഒറ്റക്കെട്ടായി അന്നത്തെ ഘട്ടത്തിൽ തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബോർഡ് അംഗങ്ങൾ, സഹകാരികൾ, മറ്റ് സുഹൃത്തുക്കൾ എല്ലാവരുടെയും സഹായം ആ പ്രതിസന്ധി മറികടക്കാൻ വേണ്ടി ബാങ്ക് ഭരണസമിതി സ്വീകരിക്കുകയുണ്ടായി. നിക്ഷേപകർക്ക് പണം മടക്കി നൽകാൻ, നിക്ഷേപകർക്ക് സമയത്ത് തന്നെ പണം തിരികെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ബോർഡ് അംഗങ്ങളുടെയും അതുപോലെ ജീവനക്കാരുടെയും മറ്റ് സഹകാരികളുടെയും എല്ലാം സ്വർണം, വസ്തു അടക്കമുള്ള വിലപിടിപ്പുള്ള എല്ലാ വസ്തുക്കളും നിയമപരമായി തന്നെ പണയം വെച്ചു. അതുപോലെ സ്ഥലം പ്ലഡ് ചെയ്തൊക്കെ മറ്റ് സാമ്പത്തിക ഏജൻസിയിൽ നിന്നെല്ലാം പണം കണ്ടെത്തി നിക്ഷേപകർക്ക് നൽകി. അതുപോലെ തന്നെ ലോൺ കുടിശ്ശിക വരുത്തിയിട്ടുള്ള ആളുകളെ നേരിൽ കാണുകയും അവരോട് നമ്മുടെ സാഹചര്യം വ്യക്തമായി പറഞ്ഞു മനസ്സിലാക്കി ലോൺ എത്രയും പെട്ടെന്ന് തിരിച്ചടയ്ക്കുകയും പലിശ അടയ്ക്കാനുള്ള സമീപനമെല്ലാം ഭരണസമിതിയും ജീവനക്കാരും ആ ഘട്ടത്തിൽ ഊർജിതമാക്കി. ഇപ്പോഴും ആ ജോലി നല്ല നിലയ്ക്ക് തുടരുകയാണ്. ബാങ്കിൽ നടന്ന സഹകരണ ഡിപ്പാർട്ട്മെന്റിന്റെ പരിശോധനയിൽ ഒരഴിമതിയും അവർ കണ്ടെത്തിയിട്ടില്ല. നടപടിക്രമങ്ങളിൽ ചില പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട്. നിർമ്മാണ പ്രവൃത്തിയുടെ അനുമതിക്ക് ബാങ്ക് അപേക്ഷ നൽകിയിട്ടുള്ളതാണ്. ആവശ്യമായ പരസ്യം നൽകിക്കൊണ്ടാണ് കൊട്ടേഷനുകൾ സ്വീകരിച്ചതും. ആസ്തി പണയപ്പെടുത്തി എന്നുള്ളത് പച്ചക്കളവാണ്. കാലാകാലങ്ങളിൽ പൊതുയോഗം നടത്താറുണ്ട്. ബാങ്കിന്റെ പ്രവർത്തനം ഇപ്പോൾ സാധാരണ നിലയിൽ മുമ്പോട്ട് പോകുന്നുണ്ട്. ഇതാണ് വസ്തുതയെന്നിരിക്കെ BJP ഉന്നയിച്ച അഴിമതി ആരോപണങ്ങൾ തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ്. ഈ ആരോപണങ്ങൾ തള്ളിക്കളയണമെന്ന് അഭ്യർത്ഥിക്കുന്നതായും അവർ പറഞ്ഞു. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ബാങ്ക് പ്രസിഡന്റ് ഷിജോ സെബാസ്റ്റ്യൻ, സെക്രട്ടറി രേഷ്മ KR, KM സോമൻ, തമ്പി കുര്യാക്കോസ്, ജോഷി തോമസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. 2 മാസത്തെ ശമ്പളം മുടങ്ങിയതിനെ തുടർന്ന് കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലെ NHM ജീവനക്കാർ കറുത്ത ബാഡ്ജ് അണിഞ്ഞ് പണിമുടക്കി. നിരവധി ജീവനക്കാർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു. 2 മാസത്തിലേറെയായി വേതനം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് ദേശീയ ആരോഗ്യ ദൗത്യം ജീവനക്കാർ സംസ്ഥാനത്ത് വ്യാപകമായി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലെ ജീവനക്കാർ അത്യാഹിത വിഭാഗത്തിന്റെ മുൻപിൽ സൂചനാ പണിമുടക്ക് നടത്തി. താലൂക്ക് ആശുപത്രിയിലെ 30ഓളം വരുന്ന NHM ജീവനക്കാർ സമരത്തിന്റെ 4ാം ദിവസമായ ഇന്ന് കറുത്ത ബാഡ്ജ് അണിഞ്ഞ് ഓഫീസ് സേവനങ്ങൾ 1 മണിക്കൂറോളം ബഹിഷ്കരിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. രൂപം മാറും, ഭാവം മാറും, ഓർത്തു കളിച്ചോ സർക്കാരെ. എംപ്ലോയീസ് യൂണിയൻ സിന്ദാബാദ്, CITU സിന്ദാബാദ്. നമുക്കറിയാം, നമ്മുടെ ആരോഗ്യ മേഖലയെ താങ്ങി നിർത്തുന്നതിൽ NHM ജീവനക്കാർ വളരെ സുദൃഢമായ സേവനമാണ് നടത്തുന്നത്. ഡോക്ടർമാർ മുതൽ ക്ലീനിംഗ് സ്റ്റാഫ് വരെയുള്ള ജീവനക്കാർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. സംസ്ഥാനത്തൊട്ടാകെ ഇതുപോലത്തെ പ്രതിഷേധ പ്രകടനങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അടിയന്തരമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെട്ട് ജീവനക്കാർക്ക് മതിയായ ശമ്പളവും ആനുകൂല്യങ്ങളും അനുവദിച്ചു തന്നില്ലെങ്കിൽ നമ്മുടെ ഈ എമ്പളത്തിൽ കാണിച്ചതുപോലെ ജീവനക്കാരുടെ ആത്മഹത്യ വരെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് പലപ്പോഴും കാര്യങ്ങൾ എത്തിപ്പെടുകയാണുള്ളത്. അതിന് ഒരു സൂചന എന്ന രീതിയിലാണ് ഇന്നിവിടെ കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ നമ്മൾ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. നാളെ നമ്മൾ സമരം വിഭാവനം ചെയ്തിരിക്കുന്നത് പട്ടിണി കഞ്ഞി വെച്ചിട്ടുള്ള ഒരു സമരമാണ്. ഈ ആഴ്ചയോടുകൂടി ശമ്പളത്തിന് ഒരു തീരുമാനമായില്ലെങ്കിൽ അടുത്ത ആഴ്ച മുതൽ ജീവനക്കാർ ഒന്നടങ്കം ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുകയും ആരോഗ്യ മേഖല വരെ സ്തംഭിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുകയും ചെയ്യുന്ന ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. സമരപരിപാടിയുടെ 5ാം ദിനത്തിൽ പട്ടിണിക്കഞ്ഞി സമരം നടത്തുമെന്നും ശമ്പളം ലഭിക്കാത്ത പക്ഷം കടുത്ത സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. അംഗൻവാടി യൂണിയൻ ജില്ലാ സെക്രട്ടറി അനിത റെജി, ടോണി ജോർജ്, ഡോക്ടർ അഭിലാഷ്, രമ്യ രവികുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് ദേവികുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് നടത്തി.
കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് പ്രസിഡന്റ് ബാബു പി കുര്യാക്കോസ് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതിനെതിരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് ദേവികുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടിമാലിയിൽ നൈറ്റ് മാർച്ച് നടത്തിയത്. കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് പ്രസിഡന്റ് ബാബു പി കുര്യാക്കോസ് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തോട് പ്രത്യേകം നന്ദി പറയുക ഈ രാജ്യത്തിന് വേണ്ടി. നമ്മളെ സംബന്ധിച്ച് പൗരത്വ ഭേദഗതി ഈ നാട്ടിലെ ജനങ്ങളെ പല തട്ടിലാക്കാനും പല രീതിയിൽ വിഭജിക്കാനും വേണ്ടി നടത്തുന്ന ഒരു ആഹ്വാനമാണ് നരേന്ദ്രമോദി നടത്തിയിരിക്കുന്നത്. ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ തീരുമാനമെടുത്തിട്ടുള്ളത്. 2019 ഡിസംബർ മാസം 11-ാം തീയതിയാണ് പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നത് പാർലമെന്റിൽ. പിറ്റേ ദിവസം തന്നെ 12-ാം തീയതി അത് രാജ്യസഭയിൽ കൊണ്ടുവന്നു. അങ്ങനെ രാജ്യസഭയിൽ കൊണ്ടുവന്ന് അതെല്ലാം വൻ ഭൂരിപക്ഷത്തിൽ പാസ്സായി. കാരണം അവർക്ക് ഭൂരിപക്ഷമുണ്ട് BJPക്ക്. യൂത്ത് കോൺഗ്രസ് ദേവികുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് അനിൽ കനകൻ പ്രതിഷേധ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി സോയിമോൻ സണ്ണി മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ ജോബി ചെമ്മല, ഷിൻസ് ഏലിയാസ്, UDF ദേവികുളം ചെയർമാൻ OR ശശി, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഹാപ്പി കെ വർഗീസ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ കോർഡിനേറ്റർ അമൽ ബാബു, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ മഹേഷ് പാറത്തോട്, രഞ്ജിത്ത് രാജീവ്, ആലിയ ദേവി പ്രസാദ്, KSU നിയോജക മണ്ഡലം പ്രസിഡന്റ് അനന്തു ഷിൻഡോ, ജില്ലാ ഭാരവാഹികളായ നിഖിൽ ചോപ്ര, ഗുണശേഖരൻ, അലൻ നിതിൻ, സ്റ്റീഫൻ എന്നിവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, അടിമാലി. ഹൈറേഞ്ചിലെ കുരിശുപള്ളികൾ കല്ലെറിഞ്ഞു തകർത്ത സംഭവത്തിൽ പുളിയന്മല BTR സ്വദേശി അറസ്റ്റിൽ. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിലായത് ചെറുകുന്നേൽ ജോബിൻ ജോസ് എന്നയാൾ. കട്ടപ്പന, കമ്പമേട്ട്, ചേറ്റുകുഴി, 20 ഏക്കർ തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള വിവിധ ക്രൈസ്തവ സഭകളുടെ കുരിശുപള്ളികൾ കല്ലെറിഞ്ഞു തകർത്ത സംഭവത്തിൽ പ്രതി അറസ്റ്റിലായി. പുളിയന്മല PTR ചെറുകുന്നേൽ ജോബിൻ ജോസ് ആണ് പിടിയിലായത്. ആക്രമണത്തിന് പിന്നാലെ വണ്ടൻമേട് SHO ഷൈൻകുമാറിന്റെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിനെ കട്ടപ്പന DYSP PV ബേബി രൂപീകരിച്ചിരുന്നു. ഇവരാണ് പ്രതിയെ ഇന്ന് വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത്. വിവാഹം നിരന്തരമായി മുടക്കുന്ന സഭാ അധികൃതരോടുള്ള വൈരാഗ്യമാണ് കുരിശുപള്ളികൾ തകർക്കാൻ കാരണമായതെന്നാണ് ഇയാൾ പോലീസിന് നൽകിയ മൊഴി. മാർച്ച് 12 പുലർച്ചെയാണ് പ്രതി ജോബിൻ ഓർത്തഡോക്സ് കത്തോലിക്ക സഭകളുടെ കീഴിലെ 8ഓളം കുരിശുപള്ളികളുടെ ചില്ലുകൾ തകർത്തത്. പുളിയന്മല അമല മനോഹരി കപ്പേളയുടെ ചില്ല് ബൈക്കിലെത്തി എറിഞ്ഞു തകർക്കുന്ന CCTV ദൃശ്യം പോലീസിന് ലഭിച്ചിരുന്നു. ഈ ദൃശ്യങ്ങളും പ്രതി ഉപയോഗിച്ചിരുന്ന ബൈക്കും വസ്ത്രവുമാണ് കേസിൽ നിർണായകമായത്. SI ഡിജു ജോസഫ്, ASI ജെയിംസ്, SCPO പ്രശാന്ത് K മാത്യു, CPO അൽബാഷ് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ വിളകൾക്കും ഉൽപാദന ചെലവിന്റെ 1.5 മടങ്ങ് MSP ഉറപ്പാക്കുവാൻ മോദി സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കിസാൻ സഭ നേതാവ് VR പ്രമോദ് ഡൽഹി രാംലീല മൈതാനിയിൽ സംയുക്ത കിസാൻ മോർച്ച സംഘടിപ്പിച്ച കിസാൻ മസ്ദൂർ മഹാപഞ്ചായത്തിനെ പിന്തുണച്ച് തൊടുപുഴയിൽ വിവിധ കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തിയ ഐക്യദാർഢ്യ ട്രാക്ടർ റാലിയും സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കർഷക സംഘം നേതാവ് CS ഷാജി അധ്യക്ഷത വഹിച്ചു. അടിസ്ഥാന താങ്ങുവില നിയമാനുസൃതമാക്കുക, കർഷകരെ കടക്കണിയിൽ നിന്ന് മുക്തരാക്കുക, വൈദ്യുതി ബിൽ 2022 പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡൽഹി രാംലീല മൈതാനിയിൽ സംയുക്ത കിസാൻ മോർച്ച നടത്തുന്ന മഹാപഞ്ചായത്തിനെ പിന്തുണച്ച് തൊടുപുഴയിൽ വിവിധ കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ ട്രാക്ടർ റാലിയും സമ്മേളനവും നടത്തി. കിസാൻ സഭ നേതാവ് VR പ്രമോദ് ഉദ്ഘാടനം നിർവഹിച്ചു. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ വിളകൾക്കും ഉൽപാദന ചെലവിന്റെ 1.5 മടങ്ങ് MSP ഉറപ്പാക്കുവാൻ മോദി സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു. കർഷക സംഘ നേതാവ് CH ഷാജി അധ്യക്ഷത വഹിച്ചു. സംയുക്ത കിസാൻ മോർച്ച സംഘടനകളിലെ പ്രതിനിധീകരിച്ച് കുര്യാച്ചൻ പൊന്നാമറ്റം, PP ചന്ദ്രൻ, N വിനോദ്, PS സുരേഷ്, R പ്രശോഭ്, MR ശിവശങ്കരൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. റേഷൻ കാർഡ് മസ്റ്ററിംഗ് തടസ്സപ്പെട്ടതായി പരാതി. AYPHL റേഷൻ കാർഡ് അംഗങ്ങളുടെ EKYC മസ്റ്ററിംഗ് ആണ് ആരംഭിച്ചത്. 15, 16, 17 തീയതികളിൽ രാവിലെ 8 മുതൽ വൈകിട്ട് 7 വരെയാണ് മസ്റ്ററിംഗ് നടക്കുക. റേഷൻ കടകൾക്ക് സമീപമുള്ള അംഗൻവാടികൾ, ഗ്രന്ഥശാലകൾ, സാംസ്കാരിക കേന്ദ്രങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിലും സൗകര്യമുള്ള റേഷൻ കടകളിലുമാണ് മസ്റ്ററിംഗ് നടക്കുന്നത്. എന്നാൽ സെർവർ തകരാർ മൂലം പലയിടത്തും ഇത് തടസ്സപ്പെട്ടതായി റേഷൻ മസ്റ്ററിംഗിന് വന്ന മീൻമുട്ടി റേഷൻ കടയിലെ ആളുകൾ പ്രതികരിച്ചു.
നിരവധി ആളുകളാണ് രാവിലെ 7:45 മുതൽ കടയുടെ മുന്നിൽ നിൽക്കുന്നത്. പ്രായമായവരും പ്രസവിച്ച് 15 ദിവസം മാത്രമായ സ്ത്രീ ഉൾപ്പെടെ മണിക്കൂറുകൾ ക്യൂ നിന്ന് തിരിച്ചു പോകുന്ന സാഹചര്യമാണ് ഉണ്ടാവുന്നത്. ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബന്ധപ്പെട്ട വകുപ്പ് വേണ്ട മുൻകരുതൽ സ്വീകരിക്കണം. വേണ്ടത്ര സൗകര്യമൊരുക്കി മസ്റ്ററിംഗ് നടത്തണമെന്ന് KPMS തൊടുപുഴ യൂണിയൻ സെക്രട്ടറി പ്രകാശ് തങ്കപ്പൻ ആവശ്യപ്പെട്ടു. ഇതുവരെ ഒന്നും ആയിട്ടില്ല. ഞാൻ സുഖമില്ലാത്ത ആളാണ്. ഞാൻ വീട്ടിൽ നിന്ന് പോലും വരാനില്ല. ഇടയ്ക്കിടയ്ക്ക് അവരുടെ ആവശ്യം ഉണ്ടാകണം വന്നതാണ്. എനിക്കാരുമില്ല സഹായത്തിന്. എന്തിനാ മനുഷ്യരെങ്ങനെ കഷ്ടപ്പെടുത്തണോ? വീട്ടിൽ സംസാരിക്കാനും കഴിവില്ല, ചെവിയും കേൾക്കില്ലാത്ത ആളെയും വിളിച്ചുകൊണ്ടാണ് ഇവിടെ വരുന്നത്. ഇവിടെ വരുമ്പം ഒരിക്കലും നെറ്റില്ല. എന്തിനാ മനുഷ്യരെങ്ങനെ ഇട്ട് ബുദ്ധിമുട്ടിക്കണത്? ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ള ഈ മസ്റ്ററിങ് കേവലം ഉപഭോക്താക്കളോടുള്ള വെല്ലുവിളിയാണ്. രാവിലെ 7:45 മുതൽ മസ്റ്ററിങ് നടത്തുന്നതിന് വേണ്ടി നിരവധി ആളുകളാണ് റേഷൻ കടകൾക്ക് മുമ്പിൽ ക്യൂ നിൽക്കുന്നത്. സാങ്കേതികമായ പല തടസ്സങ്ങൾ ഈ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. കാലേക്കൂട്ടി തീരുമാനിച്ച ഈ മസ്റ്ററിങ് വേണ്ട സൗകര്യങ്ങൾ റേഷൻ കടയിൽ ഉപയോഗപ്പെടുത്താതെയാണ് എന്നുള്ളതാണ് ആക്ഷേപം. പ്രസവിച്ച് 15 ദിവസം കഴിഞ്ഞ ആളുകൾ പോലും ഇവിടെ വന്ന് മണിക്കൂറുകൾ ക്യൂ നിന്ന് തിരിച്ചു പോകുന്ന സാഹചര്യമുണ്ട്. അതുപോലെ തീരെ നിവൃത്തിയില്ലാത്ത ആളുകൾ, ഓട്ടിസം ബാധിച്ച ആളുകൾ, ഒരു കുടുംബത്തിലെ മുഴുവൻ ആളുകൾ ഇതിൽ പങ്കെടുക്കണം എന്ന ഗവൺമെൻറ്റിൻ്റെ തീരുമാനപ്രകാരം റേഷൻ നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തെ അംഗീകരിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഈ റേഷൻ ഉപഭോക്താക്കളോട് ഗവൺമെൻറ് കാണിക്കുന്ന ഏറ്റവും വലിയ അനീതിയാണ് ഇത് എന്നാണ് പറയുവാനുള്ളത്. ഓടയുടെ സ്ലാബ് അടച്ചു മൂടാത്തതിനെതിരെ വ്യത്യസ്തമായ സമരവുമായി യുവാവ്. PWD റോഡ് നന്നാക്കുന്നതിന്റെ ഭാഗമായി പൊളിച്ചുമാറ്റിയ ഓടയുടെ സ്ലാബ് തിരിച്ചുവെക്കാതെ അപകടക്കെണിയായി മണക്കാട് ജംഗ്ഷൻ. നിരവധി സ്കൂളുകളും കോളേജുകളുമുള്ള തൊടുപുഴയിലെ പ്രധാന വഴിയിലാണ് ഈ ദുരവസ്ഥ. 2 ആൾ താഴ്ചയിലുള്ള കുഴിയിൽ രാത്രികാലങ്ങളിലും മറ്റും സഞ്ചരിക്കുന്ന ഇരുചക്ര വാഹനങ്ങൾ വീണ് അപകടമുണ്ടാകാൻ സാധ്യതയുണ്ട്. മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാത്തത് മൂലം കടകളിലേക്കും മറ്റും അവശ്യ സാധനങ്ങൾ വാങ്ങാൻ പോലും പോകാൻ സാധിക്കാത്ത അവസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു. ഇലക്ഷൻ അടുക്കുന്ന സമയത്ത് വോട്ട് ചോദിക്കാൻ മാത്രം ഇറങ്ങുന്ന ജനപ്രതിനിധികൾ ഈ കുഴിയൊന്നും കാണാത്ത മട്ടാണ്. തൊടുപുഴ മണക്കാട് റോഡിൽ കോപ്പറേറ്റീവ് കോളേജിലേക്ക് പോകുന്ന മെയിൻ റോഡ് ജംഗ്ഷനിൽ PWD റോഡ് നന്നാക്കുന്നതിനിടയിൽ ഓടയുടെ സ്ലാബ് എടുത്തു മാറ്റിയിട്ട് 6 മാസം പിന്നിടുന്നു. നാളിതുവരെയായിട്ടും സ്ലാബ് തിരിച്ചുവെക്കാതെ അനാസ്ഥ കാട്ടുകയാണ് ഉദ്യോഗസ്ഥർ. 2 ആൾ താഴ്ചയിലുള്ള കുഴി യാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തി കിടക്കുകയാണ്. സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ നിരവധി യാത്രക്കാരാണ് ഇതിലെ ദിവസവും സഞ്ചരിക്കുന്നത്. പലതവണ അധികാരികളുമായി ബന്ധപ്പെട്ടെങ്കിലും ആരും ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് യുവാവ് രംഗത്തെത്തിയത്. പല സ്ഥലങ്ങളിലും ഓടയിൽ വീണ് ആളുകൾ മരിക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇത്രയും വലിയ അപകട സാധ്യത കണ്ടിൽ നിന്ന് നടിക്കരുതെന്ന് ഇയാൾ കൂട്ടിച്ചേർത്തു. രാത്രികാലങ്ങളിലും മറ്റും വെളിച്ചത്തിന്റെ അഭാവം മൂലം പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത വിധത്തിലുള്ള ഈ ഓടയിലേക്ക് ഇരുചക്ര വാഹനങ്ങളും മറ്റും മറിഞ്ഞു വീഴാൻ സാധ്യതയുണ്ടെന്നും വ്യക്തമാക്കി. ഇത് ഞാൻ പല നേതാക്കന്മാരോടും, ഡീന്, ജോയ്സ് ജോർജ്, പല നേതാക്കന്മാരോടും ഈ ഒരു കുഴിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായിട്ടല്ല. ഇവിടെ നാട്ടുകാരെ ആരെങ്കിലും എന്തെങ്കിലും ഒരു ശകലം ഒരു ബുദ്ധിമുട്ടോടെ വന്നു കഴിഞ്ഞ് ഒന്ന് വെട്ടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ കുഴിയിലേക്ക് വീഴും, ആൾ മരിക്കും. ആലപ്പുഴ, തൃശ്ശൂർ ഒരാൾ മരിച്ചു, ഒരു 23 വയസ്സുള്ള ഒരു പയ്യൻ മരിച്ചു എന്നുള്ള വാർത്ത നമ്മളൊരു 2 ആഴ്ച മുമ്പ് നമ്മളൊരു പത്രത്തിലും ഏഷ്യാനെറ്റ് ന്യൂസിലും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത് ഇവരോട് ഞാൻ PWD ഓഫീസിൽ പോയി ഞാൻ ചോദിച്ചിട്ട് അവർ 2 ആഴ്ച സമയം തന്നു. 2 ആഴ്ച കഴിഞ്ഞ് ഇപ്പോൾ 25 ദിവസമായി. ഇന്ന് വരെ ഈ ഒരു തീരുമാനം ഉണ്ടാക്കാനോ ഈ കുഴി ഇവന്മാർ ഇത് ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ സ്ലാബ് എടുത്തവർ തന്നെ, പണിക്കാർ തന്നെ അത് വെട്ടിപ്പൊട്ടിച്ച് അതിൻ്റെ കമ്പി എടുത്തിട്ട് അവർ കള്ളു കുടിച്ചു. എന്നിട്ട് ഇപ്പോൾ ഇത് മൂടാനായിട്ട് ഇപ്പോൾ ആളില്ല. ഈ ഇലക്ഷൻ കൂട്ടി ഇവന്മാർക്കൊക്കെ വോട്ട് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് ഇവന്മാരെ കൊണ്ട് ഒരു കാര്യം, ഈ കുഴി മൂടാൻ പോലും പറ്റിയില്ലെങ്കിൽ ഈ നാറികൾക്കൊക്കെ എന്തിനു വോട്ട് ചെയ്യണമെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക. മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാത്തത് മൂലം കടകളിലേക്കും മറ്റും അവശ്യ സാധനങ്ങൾ വാങ്ങാൻ പോലും പോകാൻ സാധിക്കാത്ത അവസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു. ഇലക്ഷൻ അടുക്കുന്ന സമയത്ത് വോട്ട് ചോദിക്കാൻ മാത്രം ഇറങ്ങുന്ന ജനപ്രതിനിധികൾ ഈ കുഴിയൊന്നും കാണാത്ത മട്ടാണെന്നും അവർ വ്യക്തമാക്കി.
ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പല ചലഞ്ച് നടത്തുന്ന ഈ കാലഘട്ടത്തിൽ വ്യത്യസ്തമായ ഒരു ചലഞ്ചുമായി തൊടുപുഴ ഫോർട്ട് കോർട്ട് ബാഡ്മിന്റൺ കോർട്ടിലെ 6 PM ഷട്ടിൽ ഗ്രൂപ്പ് മാർച്ച് 18 മുതൽ 22 വരെ ആസാമിൽ വെച്ച് നടക്കുന്ന സ്പെഷ്യൽ ഒളിമ്പിക്സ് നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്ന പ്രതീക്ഷാ ഭവൻ സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥി അമൽ ബിജുവിന് സാമ്പത്തിക സഹായം നൽകുന്നതിന് വേണ്ടിയാണ് ചലഞ്ച് നടത്തിയത്. ഡോക്ടർ ബ്രിഗേഡിയർ മോഹനൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. ഇതിലൂടെ സമാഹരിച്ച തുക അമൽ ബിജുവിന് കൈമാറി. തൊടുപുഴ ഫോർട്ട് കോർട്ട് ബാഡ്മിന്റൺ കോർട്ടിലെ 6 PM ഷട്ടിൽ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ വ്യത്യസ്തമായ ഒരു ഷട്ടിൽ ചലഞ്ച് സംഘടിപ്പിച്ചു. മാർച്ച് 18 മുതൽ 22 വരെ ആസാമിൽ വെച്ച് നടക്കുന്ന സ്പെഷ്യൽ ഒളിമ്പിക്സ് നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്ന പ്രതീക്ഷാ ഭവൻ സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥി അമൽ ബിജുവിന് സാമ്പത്തിക സഹായം നൽകുന്നതിനു വേണ്ടിയാണ് ചലഞ്ച് നടത്തിയത്. തൊടുപുഴ ഫോർട്ട് കോർട്ട് ബാഡ്മിന്റൺ കോർട്ടിൽ വെച്ചാണ് ചലഞ്ച് സംഘടിപ്പിച്ചത്. ഫോർട്ട് കോർട്ട് ബാഡ്മിന്റൺ കൂട്ടായ്മ കൺവീനർ VT ബൈജുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഡോക്ടർ ബ്രിഗേഡിയർ മോഹനൻ പിള്ള ഉദ്ഘാടനം നിർവഹിച്ചു. ജഗദീശ്വരൻ അമലിന് ആ ഒരു സ്റ്റേജിലേക്ക് വന്ന് ഒളിമ്പിക്സിൽ തീർച്ചയായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആ രീതിയിലാണ് നമ്മൾ അതിനുള്ള എല്ലാവിധ ഭാവുകങ്ങളും ആശംസിക്കുന്നു. ജഗദീശ്വരൻ അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും അമലിന് നൽകട്ടെ. നിങ്ങളെപ്പോലെയുള്ള എസ്പെഷ്യലി എബോവ് പൊളിറ്റിക്സ്, അതായത് ജാതി മത വർഗ ഇതിന് അതീതമായിട്ട് സ്പോർട്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് അതാണല്ലോ സമൂഹത്തിന് വേണ്ടതും. ഇവിടെ ഈ ഒരു യൂണിറ്റി കാണുമ്പം ശരിക്കും വളരെയധികം സന്തോഷം തോന്നുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു തുടക്കമായിക്കൊണ്ട് ഇങ്ങനെയുള്ള ഏതുവിധ പ്രോഗ്രാംസ് ഉണ്ടെങ്കിലും അതുപോലെ ഇങ്ങനെയുള്ള പ്രോമിസിംഗ് ആയിട്ടുള്ള സ്പോർട്സ്മാൻ കുട്ടികളെ കണ്ടുപിടിച്ച് ഇതിൽ കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ അതിൽ പരം നല്ല ഒരു കാര്യം നിങ്ങൾ വൈകുന്നേരം വന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ സ്വയം ബോഡി മനസ്സ് എല്ലാം ഒന്ന് ഡെവലപ്പ് ആവുന്നതോടൊപ്പം തന്നെ സൊസൈറ്റിക്ക് നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഇതുപോലെയുള്ള കാര്യങ്ങളാണ്. അപ്പം ഇത് മാത്രമായിട്ട് ലിമിറ്റ് ചെയ്യാതെ എന്നെ കഴിയാതെ ഞാനും ഇൻ ഫ്യൂച്ചർ എല്ലാത്തിലും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഞാൻ അതിനൊരു പ്രശ്നമൊന്നുമില്ല എല്ലാ കാര്യത്തിലും ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിന്. അതുകൊണ്ടാണ് ഞാൻ തീർച്ചയായിട്ടും വരാമെന്ന് പറഞ്ഞത്. 20ഓളം ടീമുകൾ പങ്കെടുത്തു. ഇതിലൂടെ സമാഹരിച്ച തുക അമൽ ബിജുവിന് കൈമാറി. വിജയിച്ച ടീമുകൾക്ക് കേരള ബാഡ്മിന്റൺ ഷട്ടിൽ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് സൈജൻ സ്റ്റീഫൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഒരു 4-5 തവണയെങ്കിലും നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റിൽ അവർക്ക് ടൂർണമെൻറ്റ് നടത്തി കൊടുത്തു. അതുപോലെ തന്നെ പരിശീലനം ഫ്രീ ആയിട്ട് നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നു. അതിൽ ഈ വർഷം അമലാണ് ശരിക്കും സിംഗിൾസ് വിഭാഗത്തിലും ഡബിൾസ് വിഭാഗത്തിലും ചാമ്പ്യനായത്. അപ്പോൾ വളരെ ചെറുപ്പത്തിൽ എൻ്റെ ക്യാമ്പിലൊരു ഏകദേശം ഒരു 11-12 വയസ്സോടുകൂടി എത്തിയതാണ് അദ്ദേഹം. ഇപ്പോൾ ഒരുമാതിരി നല്ല രീതിയിലേക്ക് ഒരു പെർഫോം ചെയ്തു വരാനായിട്ട് അമലിന് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ടൂർണമെൻറ്റിൽ ഇതിനോട് സഹകരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വ്യക്തിപരമായ നന്ദി ഞാൻ അറിയിക്കുന്നു. ടൂർണമെന്റിൽ പങ്കെടുത്ത എല്ലാവരും അമൽ ബിജുവിന് ആശംസകൾ നേർന്നു. യോഗത്തിൽ സിൽവർ ഹിൽസ് സിനിമാസ് MD ശ്രാവൺ കെ ദേവ് സ്വാഗതവും പൊന്നാനക്കുന്നേൽ ആയുർവേദ ഹോസ്പിറ്റൽ MD ഡോക്ടർ ജോസഫ് ജോസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മർമ്മ ചികിത്സയ്ക്ക് പേരുകേട്ട ഷാഫി ആയുർവേദ മർമ്മ പാരമ്പര്യ ചികിത്സാലയത്തിൽ അസ്ഥി വാത സംബന്ധമായ രോഗങ്ങൾ മുതൽ ഒടിവ്, ചതവ് എന്നുവേണ്ട എല്ലാത്തരം പ്രശ്നങ്ങൾക്കും വേദനകൾക്കും ശാശ്വത പരിഹാരം ചികിത്സയിലൂടെ നൽകുന്നു. കുഞ്ഞബ്ദുള്ള ഗുരുക്കളുടെ നേതൃത്വത്തിലാണ് ഇവിടെ ചികിത്സാ ശുശ്രൂഷകൾ നൽകി വരുന്നത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക സൗകര്യമുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളെ സ്ത്രീകളും പുരുഷന്മാരെ പുരുഷന്മാരുമാണ് ചികിത്സിക്കുന്നത്. മർമ്മ ചികിത്സയ്ക്ക് പേരുകേട്ട ഷാഫി ആയുർവേദ മർമ്മ പാരമ്പര്യ ചികിത്സാലയത്തിൽ അസ്ഥി വാതസംബന്ധമായ രോഗങ്ങൾ മുതൽ ഒടിവ്, ചതവ് എന്നുവേണ്ട എല്ലാത്തരം പ്രശ്നങ്ങൾക്കും വേദനകൾക്കും ശാശ്വത പരിഹാരം ചികിത്സയുടെ നൽകുന്നു. മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്ത് 1990 തുടങ്ങിയ മർമ്മ ചികിത്സാ കേന്ദ്രമാണ് ഷാഫി ആയുർവേദ മർമ്മ പാരമ്പര്യ ചികിത്സാലയം. അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന AC ഷൺമുഖദാസ് ആയിരുന്നു ഉദ്ഘാടനം ചെയ്തത്.
മർമ്മചികിത്സ, മർമ്മപരമായിട്ടുള്ള ക്ഷതം, ക്ഷതാദി ദോഷത്താൽ ശരീരത്തിൽ സംഭവിക്കുന്ന മർമാദിഘാതങ്ങൾ കൂടാതെ അസ്ഥി സംബന്ധമായ രോഗങ്ങൾ, ഒടിവ്, ചതവ്, നടുവേദന, കഴുത്തുവേദന, ജോയിന്റ് പെയിൻ, ശരീരത്തിലുണ്ടാകുന്ന മറ്റ് വാദസംബന്ധമായ അസുഖങ്ങൾ തുടങ്ങിയവയ്ക്ക് വിദഗ്ധ ചികിത്സയാണ് ഇവിടെ നൽകി വരുന്നത്. 2 ലക്ഷത്തിലധികം ആളുകൾ കുഞ്ഞബ്ദുള്ള ഗുരുക്കളുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. 95% രോഗികൾക്കും പരിപൂർണ്ണ സുഖം കിട്ടിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. രോഗികൾക്ക് 100% വിശ്വസിച്ചിട്ട് ഈ ചികിത്സയായിട്ട് മുമ്പോട്ട് പോകാം. ഒരു കാരണവശാലും 1% പോലും സൈഡ് എഫക്റ്റ് ഇല്ല. മരുന്നിനേക്കാൾ കൂടുതൽ പ്രവർത്തനങ്ങളാണ് കൂടുതൽ. ഒരു 100 ഭാഗം ഉണ്ടെങ്കിൽ 90 ഭാഗവും പ്രവർത്തനങ്ങളാണ്. തടവലും ബാൻഡേജും മറ്റുള്ള ചികിത്സാ രീതികളും അത് ട്രഡീഷണലാണ്. ഉദാഹരണത്തിന് ഞങ്ങൾ പാരമ്പര്യ വൈദ്യന്മാരാണ്, ഗുരുക്കന്മാരാണ്. ഞങ്ങളെ വിദ്യ ആയുർവേദ ഡോക്ടർമാർക്ക് അറിയില്ല, അവർ പഠിച്ചിട്ടില്ല. അവർ പഠിച്ചത് ഞങ്ങളും പഠിച്ചിട്ടില്ല. അവർക്ക് ഞങ്ങളറിയില്ല, ഞങ്ങൾക്ക് അവരെ അറിയില്ല. പക്ഷെ എനിക്ക് അവരോട് ഒരു വിരോധമില്ല. അവർ പഠിച്ച വിദ്യ തന്നെയാണ്. ഏതൊരു ചികിത്സക്ക് അതിൻ്റെ മൂല്യമുണ്ട്. ഇപ്പോൾ അലോപ്പതി ചികിത്സാൻ്റെ അതിൻ്റെതായ ഒരു സത്യവും ഒരു മൂല്യം അതിനുണ്ട്. വില കൽപ്പിക്കണം നമ്മൾ. ആയുർവേദമാണെങ്കിൽ അതുണ്ട്, ഹോമിയോ ആണെങ്കിലുണ്ട്, യുനാനി ആണെങ്കിലുണ്ട്. ഞങ്ങൾക്ക് പാരമ്പര്യ ചികിത്സ, ട്രഡീഷണലാണ് പാരമ്പര്യ ചികിത്സ. ഇത് യഥാർത്ഥത്തിൽ ഗുരു തലമുറകളിൽ നിന്ന് ഗുരുവിൻ്റെ അടുത്ത് നിന്ന് കൈമാറി വന്നതാണ്. ഇന്ന് വന്നതല്ലത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ഭാരതത്തിൽ നിലനിന്ന ഒരു ചികിത്സയാണ് കളരി മർമ്മ ചികിത്സ. അതിന് ഒരു സൈഡ് എഫക്റ്റും ഇല്ല, ഒരു ദോഷവുമില്ല. എന്തായാലും ഇപ്പോൾ ഒരു അസുഖം വന്നാൽ, ഒരു ഷോൾഡർ പെയിൻ അല്ലെങ്കിൽ കൈമുട്ട് വേദന അല്ലെങ്കിൽ കാലുമുട്ട് വേദന, നമ്മൾ പറയുമ്പോൾ രോഗി അനുസരിച്ചാൽ രോഗം മാറും. നമ്മൾ വൈദ്യം പറയുന്നത് രോഗി കേൾക്കണം. ചികിത്സൻ്റെ കാര്യത്തിന് മാത്രമേ ഞാൻ പറയുന്നത്. രോഗി പറഞ്ഞത് വൈദ്യം കേട്ടാൽ രോഗം മാറില്ല. വൈദ്യൻ എന്താണോ ഉപദേശിക്കുന്നത് അത് പൂർണ്ണമായിട്ട് അവൻ അനുസരിക്കുകയാണെങ്കിൽ അവന് പരിപൂർണ്ണ ശാന്തി കിട്ടും. അതായത് പറയാം, ആയുർവേദിക് ട്രഡീഷണൽ മർമ്മ ട്രീറ്റ്മെൻറ്റ്, അസ്ഥി ക്ഷതം, മർമ്മക്ഷതം, ജോയിൻ്റ് പെയിന്, ബാക്ക് പെയിന്, ഡിസ്ക് പ്രോബ്ലം, സർവിക്കൽ പ്രോബ്ലം, അങ്ങനെ ഓൾ ബോഡി പ്രോബ്ലം ആയുർവേദിക് ട്രഡീഷണൽ ട്രീറ്റ്മെൻറ്റ് കൊണ്ടത് ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ പരിപൂർണമായിട്ട് മാറും. പാരമ്പര്യ ചികിത്സയാണ് ഇവിടെ നടന്നു വരുന്നത്. 25 പേർക്ക് കിടന്ന് ചികിത്സിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക സൗകര്യമുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളും പുരുഷന്മാരുമാണ് ചികിത്സിക്കുന്നത്. നല്ല കുറവായിട്ട് തന്നെയാണ് പോണത്. പിന്നെ നമ്മുടെ ഡോക്ടർ നല്ല ഡോക്ടറാണ്, എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടറാണ്. പിന്നെ രോഗികളൊക്കെ നല്ല സന്തോഷമായിട്ട് തന്നെ പോകുന്നത്. മരുന്ന് വാങ്ങി പോകുന്നുണ്ട്, നല്ല അഭിപ്രായത്തോടു കൂടി പോകുന്നുണ്ട്. ആൾക്കാരും നല്ല തൃപ്തിയോട് കൂടി തന്നെ ഇവിടുന്ന് പോകണം. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. തൊടുപുഴ താലൂക്ക് ആശുപത്രിക്ക് മുന്നിലും NHM ജീവനക്കാർ പ്രതിഷേധിച്ചു. ശമ്പളം ലഭിച്ചില്ലെങ്കിൽ ഈ ആഴ്ചയിൽ 1 മണിക്കൂർ സമയവും അടുത്തയാഴ്ച മുതൽ മുഴുവൻ സമയവും സമരം ചെയ്ത് പ്രതിഷേധം ശക്തമാക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കഴിഞ്ഞ 75 ദിവസങ്ങളായി ശമ്പളം ലഭിക്കാത്തതിനാൽ ദൈനംദിന ചെലവുകൾ പോലും നടത്താൻ മാർഗമില്ലെന്നും തങ്ങളെ ആശ്രയിച്ചു കഴിയുന്ന കുട്ടികളുടെയും മാതാപിതാക്കളുടെയും ചെലവ് നടത്തുവാനും കഴിയുന്നില്ലെന്നും സമരക്കാർ പറഞ്ഞു. തൊടുപുഴ താലൂക്ക് ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന NHM ജീവനക്കാർക്ക് 2 മാസമായി ശമ്പളം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് ജീവനക്കാർ ജില്ലാ ആശുപത്രിക്ക് മുമ്പിൽ സമരം ആരംഭിച്ചു. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി രാവിലെ 1 മണിക്കൂർ സമയമാണ് സമരം ചെയ്യുന്നത്. ശമ്പളം ലഭിച്ചില്ലെങ്കിൽ ഈ ആഴ്ചയിൽ 1 മണിക്കൂർ സമയവും അടുത്തയാഴ്ച മുതൽ മുഴുവൻ സമയവും സമരം ചെയ്ത് പ്രതിഷേധം ശക്തമാക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കഴിഞ്ഞ 75 ദിവസങ്ങളായി ശമ്പളം ലഭിക്കാത്തതിനാൽ ദൈനംദിന ചെലവുകൾ പോലും നടത്താൻ മാർഗമില്ലെന്നും തങ്ങളെ ആശ്രയിച്ചു കഴിയുന്ന കുട്ടികളുടെയും മാതാപിതാക്കളുടെയും ചികിത്സാ ചെലവ്, കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ്, മറ്റ് ജീവിത ചെലവുകളെല്ലാം പ്രതിസന്ധിയിലാണെന്നും ജീവനക്കാർ പറഞ്ഞു. ഇവർക്ക് 60% ശമ്പളം കേന്ദ്ര സർക്കാരും 40% ശമ്പളം സംസ്ഥാന സർക്കാരുമാണ് നൽകുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ലഭിക്കാത്തതിനാലാണ് ശമ്പളം നൽകാത്തതെന്നാണ് ഇവർക്ക് ലഭിച്ച വിശദീകരണം. ശമ്പളം ലഭിക്കുന്നതുവരെ സമരം തുടരുമെന്ന് നേതാക്കൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ജില്ലാ ഭരണകൂടത്തിന്റെയും ഇടുക്കി താലൂക്ക് ഓഫീസിന്റെയും ആഭിമുഖ്യത്തിൽ മൂലമറ്റം സെന്റ് ജോസഫ്സ് കോളേജിൽ ഇലക്ഷൻ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ ഷീബ ജോർജ് IAS നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ റവറന്റ് ഡോക്ടർ തോമസ് അധ്യക്ഷത വഹിച്ചു. നിരവധി പേർ പങ്കെടുത്തു. ഇടുക്കി ജില്ലാ ഭരണകൂടത്തിന്റെയും താലൂക്ക് ഓഫീസിന്റെയും ആഭിമുഖ്യത്തിൽ മൂലമറ്റം സെന്റ് ജോസഫ്സ് കോളേജിൽ ഇലക്ഷൻ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി ഇലക്ഷൻ ബോധവൽക്കരണ ക്ലാസ്, സ്ലൈഡ് ഷോ, മീറ്റ് ദി കാൻഡിഡേറ്റ് പ്രോഗ്രാം, ഡിബേറ്റ് മോഡൽ പോളിംഗ് സ്റ്റേഷന്റെ പ്രവർത്തനം, മോക്ക് പോൾ തുടങ്ങിയ പരിപാടികൾ നടത്തി. ജില്ലാ കളക്ടർ ഷീബ ജോർജ് IAS ഉദ്ഘാടനം ചെയ്തു.
ഈ ഒരു പ്രോഗ്രാമിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെ കാര്യമായി തന്നെ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളുടെ കോളേജ് ഇലക്ഷൻ ലിറ്ററസി ക്യാമ്പയിൻ എന്ന ഒരു ക്ലബ്ബ് വളരെ ഭംഗിയായി വർക്ക് ചെയ്യുന്നു, ഇതിന്റെ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നു. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും വോട്ടവകാശം ഉണ്ടോ എന്ന് ചോദിച്ചാൽ കൈപ്പൊക്കാത്ത ആരെങ്കിലും കാണുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. എല്ലാവരും വോട്ടർ പട്ടികയിൽ വോട്ട് രേഖപ്പെടുത്തിയ ആളുകളായിരിക്കാം നമ്മുടെ മുമ്പാകെ ഇരിക്കുന്നത്. ഇവിടെ നമ്മളൊരു ചലഞ്ചുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഫസ്റ്റ് വോട്ടർ ചലഞ്ച്. യോഗത്തിൽ കോളേജ് പ്രിൻസിപ്പൽ റവറൻ ഡോക്ടർ തോമസ് അധ്യക്ഷത വഹിച്ചു. SVV EP ജില്ലാ നോഡൽ ഓഫീസർ ലിബു S ലോറൻസ് KAS ആശംസ നേർന്നു. ന്യൂസ് ബ്യൂറോ, മൂലമറ്റം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം പരമാവധി ഉറപ്പാക്കുമെന്ന് ജില്ലാ കളക്ടർ ഷീബ ജോർജ്. കാഴ്ചപരിമിതർക്കായുള്ള കുടയത്തൂർ ലൂയി ബ്രെയിൽ മെമ്മോറിയൽ മാതൃകാ വിദ്യാലയത്തിൽ സംഘടിപ്പിച്ച തിരഞ്ഞെടുപ്പ് ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കളക്ടർ. വണ്ണപ്പുറം സർവീസ് സഹകരണ ബാങ്കിനെതിരെ BJPയുടെ നേതൃത്വത്തിൽ ഏതാനും ചില ആളുകൾ നടത്തുന്ന അഴിമതി ആരോപണങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ലെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് ദേവികുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് നടത്തി. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ വിളകൾക്കും ഉൽപാദന ചെലവിന്റെ 1.5 മടങ്ങ് MSP ഉറപ്പാക്കുവാൻ മോദി സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കിസാൻ സഭ നേതാവ് VR പ്രമോദ്. ഓടയുടെ സ്ലാബ് അടച്ചു മൂടാത്തതിനെതിരെ വ്യത്യസ്തമായ സമരവുമായി യുവാവ്. PWD റോഡ് നന്നാക്കുന്നതിന്റെ ഭാഗമായി പൊളിച്ചു മാറ്റിയ ഓടയുടെ സ്ലാബ് തിരിച്ചുവെക്കാതെ അപകടക്കെണിയായി മണക്കാട് ജംഗ്ഷൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.